നമുക്ക് ഇഷ്ടപ്പെടോ ഇല്ലേ എന്നൊന്നും നമുക്ക് വിഷയമല്ല. ഞാൻ പറയുന്നത് ദീനാണ്. മാപ്പിളപ്പാട്ടാണെങ്കിലും സ്വലാത്ത് പാട്ടാണെങ്കിലും അതിൽ മ്യൂസിക് വെച്ചുകൂടാ. ദഫ് വെക്കാം, മ്യൂസിക് പറ്റൂല എന്നാണ്. അപ്പോൾ നല്ല പാട്ടല്ലേ, നല്ല മാപ്പിളപ്പാട്ടല്ലേ, എനിക്കത് വലിയ ഇഷ്ടമാണ്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമായിക്കോട്ടെ, എനിക്കും ഇഷ്ടമായിരിക്കാം. പക്ഷെ അള്ളാഹു ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷയം അവിടെ തീരണ്ടേ? പിന്നെ ബാക്കി പാട്ടിൻ്റെ കാര്യം എന്താ പറയാനുള്ളത്? ഇത് ഹലാലാണെന്ന് പറയുന്ന ആളുകൾ വരും. ഹറാമെന്ന് പറയുമ്പോൾ അത് മൂപ്പര് വ്യത്യസ്ത അഭിപ്രായം, മൂപ്പര് അങ്ങനെ പണ്ടും മുമ്പും അങ്ങനെയൊക്കെ പറയും. പിന്നെ അതുണ്ടാവുക, ആ പറഞ്ഞത് ബാത്തിലാക്കും. അത് ദീനാണ്. എൻ്റെ ഇഷ്ടമല്ല ഞാൻ പറയണത്, പുണ്യ നബി പഠിപ്പിച്ചെന്നത് മാത്രമേ ഞാൻ പറയുന്നത്. നമ്മളൊക്കെ മനുഷ്യന്മാർ, നമുക്കൊക്കെ ഇഷ്ടമാകാരം. ചെറിയ കുട്ടിക്ക് പാട്ട് വെച്ചെടുത്ത് നോക്കി, 2 വയസ്സുള്ള കുട്ടി നിന്ന് ഡാൻസ് ചെയ്യും, ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. മ്യൂസിക് പ്ലേ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഒരു റിതം നമ്മുടെ മൈൻഡിൽ വരും. കുട്ടികൾ, ചെറിയ മക്കളെ കണ്ട് നല്ല ഡാൻസ് ചെയ്യുന്ന ചെറിയ കുട്ടികളൊക്കെ, അവർക്ക് പിന്നെ അതൊന്നും അറിയില്ലല്ലോ, ചെറിയ മക്കളല്ലേ. പക്ഷേ നമ്മൾ വലിയൊരു മുതിർന്ന ആളുകൾ അങ്ങനെയല്ല. മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ, മിൻ ഉമ്മത്തി എന്ന് പറഞ്ഞാൽ മൻ യസ്തഹില്ലൂനൽ ഹിറ യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം കുഴപ്പമില്ലെന്നും, വൽ ഹരീറ, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രങ്ങൾ കുഴപ്പമില്ലെന്നും, വൽ ഖംറ, മദ്യപാനം കുഴപ്പമില്ലെന്നും, വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതോ കേൾക്കുന്നതോ കുഴപ്പമില്ലെന്ന് ഫത്വ നൽകുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരാനുണ്ട്. ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസാണിത്. എത്ര പ്രബലമായ ആശയമാണ് നൽകുന്നത്. ഇതൊന്നും വ്യാഖ്യാനിക്കാനൊന്നുമില്ല, ആ പറഞ്ഞ തന്നെ. പക്ഷെ നമുക്ക് ഇഷ്ടമായിരിക്കാം. ഒന്ന് കൺട്രോൾ ചെയ്യാം, മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവന്നിട്ട് വേഗം എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യാം. പെട്ടെന്ന് നിർത്താൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. വേഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുക, കുറച്ചോനെ എനിക്കൊന്നും വേണ്ട റബ്ബേ, എന്ത് കുറേ ഇങ്ങനെ ചാടിക്കളി കേട്ടിട്ട്. ഓരോ സെക്കൻഡും മലക്കുകൾ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കുക. ഇന്നഹാ സതഅതി അലന്നാസി സിനൂന ഖദ്ദാഅ യുസദ്ദഖു ഫീഹൽ കാദിബ്, വഞ്ചനയുടെ ഒരു കാലഘട്ടം വരും. സത്യം പറഞ്ഞാൽ അയാൾ പറയുന്നത് നുണയാണ് എന്ന് പറയും. വയുകദ്ദബു ഫീഹസ് സ്വാദിഖ് യുസദ്ദഖു ഫീഹൽ കാദിബ്, നുണ പറഞ്ഞാൽ അത് സത്യമാണ് എന്ന് പറയും. ആള് നുണയായിരിക്കും പറയുണ്ടാവുക, പക്ഷേ അതാണ് സത്യം എന്ന് ആളുകൾ അങ്ങ് പറയും. സത്യം പറയുന്ന ആണിനെ, പെണ്ണിനെ വിശ്വസിക്കാൻ ആളുകളെ കിട്ടൂല. നല്ല വാക്ക് സാമർത്ഥ്യമുള്ള പെണ്ണുങ്ങളുണ്ടാവും, ആണുങ്ങളുണ്ടാവും. പച്ച നുണ പറയും. സംഭവിക്കാത്തത് സംഭവിച്ച പോലെ പറയാൻ കഴിയുന്ന വിരുദ്ധന്മാരും വിരുദ്ധത്തികളും ഉണ്ട്, അല്ലേ? അപ്പൊ ഉമ്മ പറയും, ഓള് പറഞ്ഞത് ആ കാര്യം എന്നാണ്. ഉമ്മാക്ക് അറിയുന്ന ഉമ്മാര് വളവത്തിയാന്ന് ഉമ്മാക്ക് അറിയുന്നുണ്ടാവില്ല. അല്ല, ഇങ്ങനത്തെ വളവനാണ് ഇവനെന്ന് ഉമ്മാക്കും അറിയുന്നുണ്ടാവില്ല. പച്ച നുണ പറയും, അത് വിശ്വസിക്കേണ്ടി വരും. ഇപ്പുറത്ത് സത്യം ഇല്ലമ്മ, ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ തന്നെ പറയുള്ളൂ എന്ന് പറയും. സത്യം പറയുന്നവനെ നുണയാണ് പറയുന്നതെന്നും നുണ പറയുന്നത് സത്യമാണെന്നും വിശ്വസിക്കുന്ന ഒരു കാലം. വിശ്വസിക്കപ്പെടേണ്ട അമീനായ സത്യസന്ധനായ ആളുകൾ പറയുന്നത് കളവാണ് എന്ന് പറയും. ഈ ഉമ്മത്തിൽ ഒരു സ്ഥാനവുമില്ലാത്ത, അറിവില്ലാത്ത, വിവരമില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത ആളുകൾ ഈ ഉമ്മത്തിന്റെ പൊതു വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കും. ചാനൽ ചർച്ചകളിൽ പോയിരിക്കും. ഒരു വിവരവും അവർക്കുണ്ടാവില്ല ഉമ്മത്തിന്റെ നിലപാടുകളെ കുറിച്ച്. അവരാണ് പറയാ, മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്. അവര് ചോദിച്ചു, നബിയെ, ആരാണ് ഈ റുവൈബിള? അസ്സഫീഹു യതകല്ലമു ഫീ അംറിൽ ആമ്മ, പൊതുജനങ്ങളുടെ വിഷയത്തിൽ സംസാരിക്കുന്ന ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാർ. അവർക്ക് വാട്സപ്പും ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ടാവും, അതിലൊക്കെ അങ്ങോട്ട് എഴുതി വിടും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതന്നെ സത്യം എന്ന്. ആലിമീങ്ങൾ പറയുന്നത് കേൾക്കാൻ ആളുകളില്ലാത്ത അവസ്ഥ വരും. ആലിമീങ്ങളെ ചെവിക്കൊള്ളാൻ ആളുകളില്ലാത്ത അവസ്ഥ വരും. ഇത് അന്ത്യനാളിന്റെ അസുഖങ്ങളിലുണ്ട് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഇന്ന ബൈന യദൈ സ്സാഅതി തസ്ലീമുൽ ഖാസ്സ, ഒരു അപകടം വരാനുണ്ട്.
നിങ്ങളിൽ ചില ആളുകൾ സ്വന്തം ഗ്രൂപ്പുകാരോട് മാത്രം സലാം പറയുന്ന ഒരു കാലം വരും. തസ്ലീമുൽ ഖാസ്വ, സ്വന്തം ഗ്രൂപ്പ് പേര് പറഞ്ഞാലേ മടക്കുള്ളൂ, അല്ലെങ്കിൽ മടക്കൂല, അല്ലെങ്കിൽ അറിയാം. സ്വദഖ്ത യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ്. ഒക്കെ സുന്നികളായിരിക്കും, അഹ്ലു സുന്നത്തിന്റെ ആൾക്കാരായിരിക്കും, എൻ്റെ പാർട്ടിയല്ല. അവ സലാം പറയണ്ട, മിണ്ടാണ്ട് അങ്ങോട്ട് പോവും. സലാം പറഞ്ഞാൽ മടക്കില്ല. ഇന്ന ബൈന യദൈ സാഅ, അന്ത്യനാളിന്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും തസ്ലീമുൽ ഖാസ്വ, സ്വന്തം ആളുകളോട് മാത്രം സലാം പറയുന്ന കാലം. മുഅ്മിനീങ്ങളോട് സലാം പറയേണ്ടിടത്ത് അറിയുന്നവരോടും അറിയാത്തവരോടും നിങ്ങൾ സലാം പറയണേ എന്ന് പറഞ്ഞിടത്ത് അറിയുന്ന സ്വന്തം പാർട്ടിക്കാരോട് മാത്രം സലാം പറയുന്ന കാലം. ബിസിനസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, കച്ചവടം വർദ്ധിച്ചുകൊണ്ടിരിക്കും. എല്ലായിടത്തും കച്ചവടങ്ങൾ. വയലാണെങ്കിൽ അവിടെയും കച്ചവടം ഉണ്ടാവും, ഉറൂസാണെങ്കിൽ അവിടെയും കച്ചവടക്കാരെ പിന്നെ അതൊക്കെ നിയന്ത്രിക്കുക. അപ്പോൾ പിന്നെ കമ്മിറ്റിക്കാർ പറയും ഞങ്ങൾക്ക് പിടിച്ചാൽ കിട്ടണില്ല. അപ്പോൾ പിന്നെ അതൊക്കെ മാറി പിന്നെ അതിന് പല പേരും വിളിക്കേണ്ടി വരും. ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഷോപ്പിംഗ് ഏരിയകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലം. അത് വ്യാപിക്കുന്നു. ഞാൻ ആലോചിക്കപ്പോൾ ആമസോൺ ആവട്ടെ, നമ്മുടെ ഓൺലൈൻ ബിസിനസ്സുകളാവട്ടെ, ഓൺലൈൻ ഡെലിവറി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കണില്ലേ. ഇതൊക്കെ ഭയങ്കരമായ എന്താണ് പറയാ, പെരീക്ക് ഉത്തരം ഇങ്ങനെ നെക്കിയാൽ സാധനം വീട്ടിൽ എത്തുക നാളെ മറ്റന്നാളെ അല്ലെങ്കിൽ ആ ദിവസം. കച്ചവടം ഇങ്ങനെ വ്യാപിക്കുന്നു. സ്വദഖ്ത യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ്. അന്ന് മക്ക എന്ന നാട്ടിൽ നിന്ന് കച്ചവടം കഴിഞ്ഞാൽ അടുത്തൊരു അങ്ങാടി കിട്ടണമെങ്കിൽ മദീന വരണം. അത് ഫ്രാങ്കിൻസെൻസ് റൂട്ടാണ്, കുന്തിരിക്കപ്പാത എന്ന് പറയും. യമനിൽ നിന്ന് പുകപ്പിക്കുന്ന കുന്തിരിക്കണ്ടല്ലോ, ബഹൂർ, ഒരു മരത്തിന്റെ കറയാണത്. ഒമാനിലുള്ളവർക്ക് അറിയാൻ പറ്റും. ലുബാൻ എന്ന് പറയുന്ന അത് കച്ചവടം ചെയ്യുന്ന ഒരു ട്രേഡ് റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെ നിബിധങ്ങളൊക്കെ കൊച്ചുനാളിൽ സിറിയയിലേക്ക് പോയത്. അപ്പൊ അങ്ങാടികളുടെ ഡിസ്റ്റൻസ് നോക്കണേ. മക്ക കഴിഞ്ഞാൽ അടുത്ത സിറ്റി മദീനയാണ്. ബദർ വരും, അപ്പൊ ഒരു 300-350 കിലോമീറ്റർ ആയി. ബദർ കഴിഞ്ഞാൽ പിന്നെ ഒരു 150 കിലോമീറ്റർ കഴിഞ്ഞാൽ മദീന. മദീന കഴിഞ്ഞാൽ ഒരു 200 കിലോമീറ്റർ കഴിഞ്ഞാൽ ഖൈബർ. ഖൈബർ കഴിഞ്ഞ് വീണ്ടും ഒരു 250 കിലോമീറ്റർ പോയാൽ ഏകദേശം കേട്ടോ തൈമ എന്ന് വീണ്ടും ഒരു 200-250 കിലോമീറ്ററിനകത്ത് തബൂക്ക്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് വീണ്ടും കുറച്ചുകൂടെ പോയ ഹഖില്, പിന്നെ അങ്ങോട്ട് ഹായില്. ഇങ്ങനെ 100 കണക്കിന് കിലോമീറ്ററുടെ വ്യത്യാസം. നിബിധങ്ങൾ പറഞ്ഞു കച്ചവടം വ്യാപിക്കുമെന്ന് മാത്രമല്ല, പെണ്ണുങ്ങൾ വരെ കച്ചവടത്തിലേക്ക് ഇറങ്ങും. കച്ചവടം നടത്താൻ വേണ്ടി പെൺകുട്ടികൾ ഷോപ്പുകളിലേക്ക് വന്നിരിക്കും. ഷോപ്പിംഗ് മാളുകളിൽ, ട്രേഡ് സെന്ററുകളിൽ സെയിൽസ് പേഴ്സൺസ് ആയിട്ട് പെൺകുട്ടികൾ. സ്വദഖ്ത യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ്. കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്ന അവസ്ഥകൾ വരും. കുടുംബത്തിൽ മറ്റുള്ള ആളിനോട് ഒരാളോട് സംശയം വരുന്നു. അവൻ എനിക്കെതിരെ മാരണം ചെയ്തിട്ടുണ്ടോ, സിഹ്ർ ചെയ്തിട്ടുണ്ടോ? കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റപ്പെടുകയാണ്. എളാപ്പ മൂത്താപ്പയുടെ മക്കൾ പരസ്പരം മിണ്ടാതെയാകുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിൽ പിണക്കമാകുന്നു. പച്ചയായ നുണ പറഞ്ഞ് വല്ലാഹി പറയുന്ന കാലം വരും. പറയുന്നത് നുണയാണ്, എന്നാലും 100 വല്ലാഹി കൂടെ പറയും. അല്ലാഹനെ സാക്ഷി നിർത്തി പച്ച നുണ പറയുന്ന കാലം. ഒരു കാര്യം നേർക്കുനേരെ കണ്ട സാക്ഷിയായ ഒരാൾ ഞാനത് കണ്ടില്ല എന്ന് പറയും. അയാൾ കണ്ട ആളാണ്, അവൾ കണ്ടവളാണ്. അവൾ കോടതിക്ക് മുമ്പിൽ വിധി പറയുമ്പോൾ സാക്ഷി പറയേണ്ട ആളാണ്. എന്നാൽ അവർ സത്യസാക്ഷ്യം മൂടിവെക്കുകയും കള്ളസാക്ഷ്യം പറയുകയും ചെയ്യും. അച്ചടി ഭാഷകൾ, അച്ചടിച്ചു വരുന്ന ബുക്കുകൾ, പേപ്പറുകൾ, മാഗസിനുകൾ, വെബ്സൈറ്റുകൾ, എഴുത്ത് വർദ്ധിക്കുമെന്നാണ് അതിനർത്ഥം. എഴുത്ത് വർദ്ധിക്കും. വാട്സപ്പ് മുതൽ എഴുതി തന്നെയാണ്.
മലയാളമൊക്കെ എഴുതാൻ പറ്റും, ഇംഗ്ലീഷ് എഴുതിയാൽ മലയാളമാവും, മലയാളം എഴുതിയാൽ ഇംഗ്ലീഷാവും. എഴുതന്നെയാണ്. ഫേസ്ബുക്കിൽ കുത്തിറന്ന് അങ്ങനെ എഴുതന്നെ ഓരോരുത്തർ. യാ അല്ലാഹ്, ഫുശുവുൽ ഖലം, എഴുത്ത് വർദ്ധിക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തബൂക്കിൽ ചെന്നാൽ അൽ ഉല കേട്ടിട്ടില്ലേ? അൽ ഉലയിലാണ് ഹിജ്ർ ഉള്ളത്. മദായിൻ സ്വാലിഹ് എന്ന് പറയുന്ന സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ആളുകൾ, നബത്വികളായ ആളുകൾ താമസിച്ചപ്പോൾ അവരവരുടെ പാറക്കല്ലുകളിൽ എഴുതി വെച്ചത് നമുക്കവിടെ ഇന്ന് ചെന്ന് വായിക്കാൻ കഴിയും. അന്ന് കുറച്ച് പാറക്കല്ലിലൊക്കെ എഴുതി വെക്കാൻ പറ്റുള്ളൂ. അത് കൊത്തി എഴുതുന്നതുണ്ട്, നേരെ അക്ഷരം കൊത്തിയെടുക്കുന്നതുണ്ട്, വെറും അക്ഷരം ചാലുപോലെ വെച്ചിട്ട് അങ്ങനെ അതിൽ എഴുതുന്നവരുണ്ട്. പാറകൾ കാണാൻ കഴിയും. അത് കാണാൻ പോകണമെങ്കിൽ 95 റിയാൽ ഫീസ് ഉണ്ട്. അതിന് ടിക്കറ്റ് 95 റിയാലാണ്. ഒരു കാലത്ത് ഫ്രീ ആയിട്ട് കിടന്ന സംഭവമായിരുന്നു. അവിടെ 95. ഇപ്പുറത്ത് മദായിൻ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം ജീവിച്ച മലകൾ തുരന്ന അവരുടെ വീടുകളും ഖബറുകളൊക്കെ ഉണ്ട്. അവിടേക്ക് 95 റിയാൽ വേറെയും കൊടുക്കണം. മൊത്തം ഒരു 180-190 റിയാൽ ചിലവുണ്ട്. 2-3 മണിക്കൂർ കാണണമെങ്കിൽ ഇവർക്ക് അന്ന് എഴുതി വെച്ച ലിഖിതങ്ങൾ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. യാ അല്ലാഹ്, ഫുശുവുൽ ഖലം. അങ്ങനെ പാറകളിലും തോലുകളിലും എല്ലും കഷ്ണങ്ങളിലും എഴുതി വെച്ചിരുന്നിടത്ത് നിന്നാണ് ഫുശുവുൽ ഖലം, എഴുത്ത് വർദ്ധിക്കും എന്ന് പുണ്യനബി പഠിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ക്രീനിൽ എഴുതുകയാണ്, കമ്പ്യൂട്ടറിൽ എഴുതുകയാണ്, പ്രസ്സുകളിൽ അച്ചടിക്കുകയാണ്. എല്ലാം എഴുത്ത് വായിക്കപ്പെടുന്ന ഒരു ലോകം. അത് മോശമായതുകൊണ്ടല്ല, ഇത് അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ ഏറ്റവും ഡേഞ്ചറായത് നബി തങ്ങൾ പഠിപ്പിക്കുന്നത് ഖത്ഉൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു മാറ്റരുതേ. വലിയ ഫിത്നയാണെന്ന് നാടുകളിൽ, വലിയ ഫിത്നയാണ്. അനങ്ങ സിഹിർ ചെയ്യാം. ഈ സിഹിറിന്റെ പ്രശ്നം എന്താ അറിയോ? 500 റുപ്യ ചിലവാവുള്ളൂ. ഒരു ഉപദ്രവം ഇന്ന ആൾക്ക് ചെയ്യണേ എന്ന് പറഞ്ഞ് അത് ചെയ്യിപ്പിക്കുന്നതോടുകൂടെ അവർ ഇസ്ലാം എന്ന് പുറത്തു പോകും. പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. കാരണം പിശാച്ചിനോട് സഹായം ചോദിക്കുകയാണ്. ഈ സിഹിർ എന്ന് പറഞ്ഞാൽ എന്താ? പിശാച്ചിനെ വിളിച്ചിട്ടാണ് ചെയ്യിപ്പിക്കുക. പിശാച്ച് തലയിൽ കയറും. അപ്പോൾ ഉമ്മാക്കാകെ വേദന വരും ദേഹത്ത്. ഇവിടെ വേദന, അപ്പോൾ ആ വേദന ഇങ്ങോട്ട് ഓടും. ആ വേദനയുടെ കാലുക്ക് ഈ മാറുന്ന വേദന ഡോക്ടർമാർക്ക് പിടിച്ചാൽ കിട്ടൂല. നിങ്ങളെ ഉമ്മ കുഴപ്പം, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, വെറുതെ തോന്നുമായിരിക്കും എന്നറിയാം. ഇവിടെ ഉമ്മാക്ക് മാരണം സംഭവിച്ചിട്ടുണ്ടാവും. എന്തിന്? ഒരു മനുഷ്യനെ ഉപദ്രവിക്കന്നെ. ഇന്ന മിൻ അക്ബരിൽ കബായിർ, വൻ പാപങ്ങളിൽപ്പെട്ട വൻ പാപമാണ് എന്ത്? അസ്സഹർ. 500 റുപ്യ ചെലവുള്ളൂ നരകത്തേക്ക് പോയി കിടക്കാൻ. ടിക്കറ്റിന്റെ വില 500 റുപ്യ. ഇത് മാറണമെങ്കിൽ ലക്ഷങ്ങൾ ഇയാൾ ചെലവഴിക്കേണ്ടി വരും. നല്ലൊരു ഉസ്താദിനെ കിട്ടണമെങ്കിൽ, സിഹർ ചെയ്യാത്തൊരു നല്ല മനുഷ്യൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഒരുപാട് നടക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ കണ്ട്, അപ്പം ഇങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കുക, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാണിച്ചു കൊടുക്കുക എന്നിങ്ങനെ മുപ്പത്തേരിങ്ങനെ ഡയലോഗ് അടിക്കുന്നുണ്ടാവും. അപ്പോൾ ആൾക്കാർക്ക് ഇത് വലിയ മുത്തക്കിയായ കറാമത്തായി കാട്ടാൻ പോണത് എവിടെ? പച്ച സിഹർ ചെയ്യാണ്. എന്നിട്ട് നിൻ്റെ പോലെ എൻ്റെ ഗുരുത്തക്കേടാന്ന് പറഞ്ഞിരിക്കുക. ഇസ്ലാമെന്ന് പുറത്തു പോകും. പെണ്ണെ ആണേ, അള്ളാനെ സൂക്ഷിച്ചോളൂ. നിങ്ങൾ എന്തിനായി കളിക്കണത് എനിക്കറിയില്ല. ആരും ചെയ്യരുതത്. അള്ള കൊടുത്തൊരു നിഅമത്ത് അസൂയപ്പെടേ. അതിനർത്ഥം എന്താ? അള്ളാഹ്, നീ ഓൻ്റെ മകനെ ഈ ജോലി കൊടുത്ത് എനിക്ക് പിടിച്ചിട്ടില്ല, നിനക്ക് പിടിക്കാതിരിക്കണം. നീ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഇടപെടില്ലേ? അത് അള്ളാഹ് തീരുമാനിച്ചു കൊടുത്ത് നിനക്ക് പിടിക്കണമെന്നുണ്ടോ? അള്ളാഹു ഇഷ്ടപ്പെട്ട് കൊടുക്കൂലേ? അള്ളാഹ് തിരിച്ചെടുക്കൂലേ? അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇടങ്ങേറാക്കുക. ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയില്ല. ചില ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഉറങ്ങിയ ഉറക്കം വരില്ല. പേടി സ്വപ്നം കണ്ട് എണീറ്റ് ഓടും. അപ്പോൾ എന്താ കടക്കൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൊണ്ട് തിരികെ വെച്ചിട്ടുണ്ടാവും, അല്ലെ കട്ടിലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും, അല്ലെ വീടിൻ്റെ തറപ്പണി നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടാവും വിളവന്മാർ. ഇതൊക്കെ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഒരു പറഞ്ഞിരുന്നു, ഇവിടെ തുറന്ന സാധനം കിട്ടുമെന്ന് പറയും. ഈ ചെയ്യുന്ന ആൾക്കാരുടെ നഷ്ടം എത്രയാണ് റബ്ബേ. ഇവർ ഖബറിൽ പോയി കിടക്കണ്ടേ? ഇവരുടെ ജനാസ മുസ്ലിം അക്ബറിൽ തന്നെ മറവായണോ? ഇമാതിരി അക്ബറുൽ കബായിർ ചെയ്ത് തൗബ ചെയ്യാതെ പശ്ചാത്തപിക്കാതെ പേടിയായി പോവാൻ. പിശാച്ചിന്റെ ഉപദ്രവം, പിശാച്ചിനെ കൊണ്ട് ഉപദ്രവിപ്പിക്കുക, അത് ചെയ്യൽ ഹറാമാണ്. ചെയ്യിപ്പിക്കൽ ഗുരുതരമായ ഹറാമാണ്. ഇതൊക്കെ ചെയ്തവരോട് പോയി മാപ്പ് പറയേണ്ടി വരും. എടീ, ഞാൻ നിനക്കിങ്ങനെ ചെയ്തിരുന്നു കേട്ടോ, എനിക്ക് മാപ്പാക്കി തരണേ, ഞാൻ അതൊന്നും അറിഞ്ഞില്ല, ഇതൊക്കെ ഒരു രസാന്ന് വിചാരിച്ചു.
അതുകൊണ്ട് കണ്ണുനീരൊഴിയുന്ന ഓരോ കണ്ണുനീരിനും അള്ളാഹിൻ്റെ മുമ്പിൽ കണക്ക് പറഞ്ഞ് നിങ്ങളുടെ നന്മകൾ അവരെടുത്തു വാങ്ങിക്കും നിങ്ങളെടുത്ത്. എന്നിട്ടും തീരൂല. അപ്പം അവരുടെ തെറ്റുകൾ നിങ്ങളുടെ തലയിലേക്ക് അള്ളാഹു ഇട്ടുതരും. സുമ്മ യുർമാ ബിഹി ഇലന്നാർ, നരകത്തിലേക്ക് പിടിച്ചൊരു ഏറായിരിക്കുന്ന. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. സംഭവിച്ചു പോയ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളെ പറ്റിയല്ല പറയുന്നത്. ഈ പരിപാടി ലൈവ് പോകുന്നുണ്ട്, പോയാൽ ലൈവ് ഉണ്ടല്ലേ. ആരെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും കേട്ട് നന്നാവുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ തിരിച്ചു വരാനൊരവസരമാണ്. അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോളെ. സിഹർ ചെയ്യരുത്, മാരണം ചെയ്യരുത്, ചെയ്യിപ്പിക്കരുത്, അതിന് കൂട്ടുനിൽക്കരുത്, സഹായിക്കരുത്. ഉപദ്രവമാണ്. മനുഷ്യരെ ഉപദ്രവിപ്പിക്കുക, എന്നിട്ട് കണ്ട് സന്തോഷിക്കുക. ഒരാളുടെ ഉപദ്രവം കണ്ട് എന്ത് രാക്ഷസിയാണ്, രാക്ഷസനാണ് ആ മനുഷ്യൻ. ഒരു മനുഷ്യന്റെ കുഞ്ഞുങ്ങൾ പെടഞ്ഞ് അസുഖം വന്ന് ബുദ്ധിമുട്ടാവുന്ന കണ്ട് ചിരിക്കേ. നിങ്ങൾ എന്ത് മനുഷ്യനാണോ? നിങ്ങളുടെ കൽബിൽ ഹൃദയം തന്നെയാണോ നെഞ്ചിനുള്ളിലുള്ളത്, അല്ല കല്ലാണോ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യന്, നമ്മുടെ കൂടെയുള്ള ഏത് ജാതിക്കാരനാവട്ടെ, അവർക്കൊരു നന്മ വന്നാൽ അൽഹംദുലില്ലാഹ്, അവര് രക്ഷപ്പെട്ടല്ലോ, ഇതല്ലേ വിചാരിക്കേണ്ടത്. അവർക്കൊരു മകന് ജോലിയായി അൽഹംദുലില്ലാഹ്, ആ കുടുംബം രക്ഷപ്പെട്ടല്ലോ, ഇനി അവരെ നോക്കണ്ടല്ലോ നാട്ടുകാര്, അൽഹംദുലില്ലാഹ്. അവർക്കൊരു വീടായല്ലോ, അൽഹംദുലില്ലാഹ്. അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. നമ്മൾ അസൂയയിൽ ജീവിക്കാൻ. ഈ നാളെ മരിക്കും, മറ്റന്നാൾ മരിക്കാൻ പോകുന്ന ഈ തടിയുമായി നടക്കുമ്പോൾ അസൂയ. അങ്ങനെ വീട്ടുകാരെ കണ്ടുകൂടാതെയാകുന്നു, സംശയമാകുന്നു, പോരാകുന്നു, ദേഷ്യമാകുന്നു, കണ്ടാൽ മിണ്ടാതെയാകുന്നു. കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റല്ലേ. നിസ്സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് ക്ഷമിച്ച് നിങ്ങൾ നിന്നു കൊടുക്കണേ. നാവുണ്ട് എന്ന് വിചാരിച്ച് ഒരു പ്രശ്നമുണ്ടാകുമ്പോ കത്തി കയറല്ല വേണ്ടത്. ഇത് നമ്മുടെ സമൂഹത്തിൽ ഈ ഉമ്മത്തിനോടുകൂടെ പറയാണ്. ഫേസ്ബുക്കിലൊക്കെ ഇരുന്ന് എഴുതാൻ കഴിയുന്ന കുട്ടികളുണ്ടാവും, മനുഷ്യന്മാരും ഉണ്ടാവും, ഉസ്താദന്മാരുണ്ടാവും, നാടന്മാരുണ്ടാവും, രാഷ്ട്രീയക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. നിബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിത്ന നടക്കുമ്പോൾ, ഒരു കലാപം നടക്കുമ്പോൾ, ഒരു സംഘട്ടനം നടക്കുമ്പോൾ അവിടെ ആയുധം വിൽക്കുന്നത് ഹറാമാണെന്നാണ് മസ്അല. അങ്ങനെ ഒരു കലാപം ഒരു നാട്ടിൽ നടക്കുമ്പോൾ അവിടെ ആയുധം വിൽക്കുന്നത് കടുത്ത ശിക്ഷയാണ്, ഹറാമാണ്. എന്താ അതിനർത്ഥം? ഒരു വിഷയത്തെ കത്തിക്കൽ ഇവരോടെ അല്ലേ? കൊലപാതകം കൂടൂലേ? ഇതുപോലെ ഉമ്മത്തിന്റെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ട് എന്ന്, പ്രതിസന്ധികളുണ്ട്, നമുക്കറിയാത്തത് കൊണ്ടല്ല. ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇൻഷാ അല്ലാഹുവിന്റെ കനിവോടുകൂടെ നമ്മൾ തരണം ചെയ്യും ബിഇദ്നില്ലാഹ്. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ കത്തിച്ചു കയറ്റരുത്, ആ പ്രശ്നങ്ങളെ മൂർച്ചയിലേക്ക് കൊണ്ടുപോകരുത്. ഒരുപക്ഷെ നിങ്ങളൊന്ന് മിണ്ടാതിരുന്നാൽ തീരുന്നതായിരിക്കും ഈ വിഷയം, നിങ്ങളൊന്ന് എഴുതാതിരുന്നാൽ ഈ വിഷയം അവസാനിക്കേണ്ടതാണ്. പക്ഷെ അവിടെ നിങ്ങൾ കയറി പറയുകയും എന്തെങ്കിലും കമന്റ് പറയുകയും വേദനിപ്പിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ പറയുകയും ചെയ്യുന്നതോടുകൂടെ ഉണങ്ങാനിരിക്കുന്ന മുറിവുകൾ ആഴത്തിൽ നോവുകളായി മാറുകയാണ്. അതുകൊണ്ട് ഒരു കലാപം നടക്കുമ്പോൾ ആയുധം വിൽക്കുന്നത് ഹറാമായ പോലെ, ഒരു പ്രതിസന്ധിയിലൂടെ ഉമ്മത്ത് കടന്നു പോകുമ്പോൾ പരസ്പരം പഴിചാരിയും തെറി പറഞ്ഞും ആക്ഷേപിച്ചുകൊണ്ടും എഴുതുന്നത് ആയുധം വിൽക്കുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? അതുകൊണ്ട് മുഅ്മിനെ, പ്രശ്നങ്ങൾ തുടങ്ങി വെക്കാനും കത്തിക്കാനും ആളുകൾ ഒരുപാടുണ്ട്. അത് കെട്ടണക്കാൻ ആളുകൾ ഉണ്ടാവില്ല, വളരെ കുറച്ചേ ഉണ്ടാകൂ. നല്ലവണ്ണം പാടുപെടേണ്ടി വരും. ഒരു നാട് പരസ്പരം വൈരാഗ്യത്തിലും ശത്രുതയിലും തമ്മിൽ അടിച്ച്, പള്ളിയും മദ്രസയും ഓഹരി വെച്ച്, മഹല്ലുകൾ തമ്മിൽ ജനങ്ങൾ കണ്ടാൽ മിണ്ടാതെ അടിപിടി കൂടി പിരിഞ്ഞു നടക്കാൻ ഒരു മനുഷ്യന്റെ വൃത്തികെട്ട നാവ് മതിയാവും. പക്ഷേ അത് നന്നാക്കിയെടുക്കാൻ 1000 നാവുകൾ വന്നാലും സാധ്യമാവണമെന്നില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്.
പ്രശ്നങ്ങൾ ഉള്ളിടത്തത് ശാന്തമാക്കാൻ നോക്കി. അൽ ഫിത്നതു മിനശ് ശൈത്വാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പിശാചെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എഴുത്തുകൾ എഴുതുന്നതും പിശാചിന്റെ ദുർബോധനമാണ്. അത്തരം വാക്കുകൾ പറഞ്ഞുകൊണ്ട് മുറിവുകളെ ആഴത്തിൽ വീണ്ടും കീറി മുറിക്കുന്നതും പിശാചിന്റെ ദുർബോധനമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ദയവ് ചെയ്തൊന്നും മിണ്ടാതിരിക്കണേ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മിണ്ടലുകൾ കാരണം ആ മുറിവ് കൂടുതൽ വലുതാവുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ വിപത്താണ്. നിങ്ങളുടെ നാവും പേനയും ഒന്ന് പൂട്ടിവെച്ചാൽ തീരുന്ന പ്രശ്നമേ ലോകത്തുണ്ടാകൂ. പക്ഷേ നിങ്ങൾ അതിന് ഒരുങ്ങാതെ കത്തിക്കുകയും ക്ലിപ്പുകൾ ഉണ്ടാക്കുകയും ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും ചെയ്ത് ഈ ഉമ്മത്തിന്റെ വഹ്ദത്തിനെ, ഒരുമയെ നശിപ്പിച്ചു കളയരുതേ. അല്ലാഹുവിനെ ഭയപ്പെടണമേ. നിങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ ലാഭങ്ങളെക്കാൾ വലുതാണ്. ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുന്ന ചില സുഖങ്ങളോ കിട്ടുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ വലുതാണ് ഉമ്മത്തിന്റെ വഹദത്ത്, ഉമ്മത്തിന്റെ ഒരുമ. അത് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാറ്റുലാഭത്തിന്റെ പിന്നാലെയും പോവല്ലേ. അൽ വഹദ, ഒരുമയാണ് യദുല്ലാഹി അലൽ ജമാഅ. നിങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ നിൽക്കണേ. അവിടെ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പിശാചിന്റെ വഴിയിലേക്ക് പോകരുത്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരരുത്. ഉമ്മമാരെ, പെണ്ണുങ്ങളെ, ആണുങ്ങളെ, ഒരു മരുമകള് വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ നിങ്ങൾ ആലോചിക്കണേ, എനിക്കൊരു മോളാണ് വരുന്നത്. ഒരു മോള്, അവള് നിങ്ങളുടെ ശത്രുവല്ല. എന്താ അങ്ങനെ മനസ്സിലാക്കുന്നത്? ഉമ്മാര് വിചാരിക്കും മക്കള് പെണ്ണിട്ടി, മക്കള് ഭാര്യയെ സ്നേഹിച്ചാൽ പിന്നെ ഉമ്മാനെ സ്നേഹിക്കൂല. ഉമ്മ ഭാര്യയെ സ്നേഹിക്കുന്ന സ്നേഹം നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം പോലെ അല്ലല്ലോ. ഉമ്മയെ സ്നേഹിക്കുന്ന പോലെ ഭാര്യനെ സ്നേഹിക്കുക. ഉമ്മന്റെ സ്നേഹം ഒരു കുട്ടികളെ സ്നേഹിക്കൂലേ? അപ്പൊ ഉമ്മ തോന്നുന്നു ആ കുട്ടീനെ സ്നേഹിച്ചുകൊണ്ട് ഇനി എൻ്റെ ഉമ്മാനോട് ഒന്ന് സ്നേഹം ഉണ്ടാവൂലേ? അങ്ങനെയൊന്നും ഇല്ല ഉമ്മ. കുട്ടികളോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ്. അതുകൊണ്ട് ഒരു കുറവുപ്പുറത്ത് വരൂല. ഉമ്മയോട് ഉപ്പയോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ്. ഭാര്യയോടുള്ള സ്നേഹം ഒന്ന് വേറെയാണ്. ജ്യേഷ്ഠനോടും പെങ്ങളോടും ആങ്ങളയോടുള്ള സ്നേഹം വേറെയാ. ഒന്ന് അവിടെ കൊടുത്തു വെച്ച് ഇവിടെ പോകുന്നില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുക, അവിടെ കൊടുത്ത് അവിടെ പോയല്ലോ. എന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇടങ്ങേറാക്കി ആ കുട്ടിനെ പുറത്താക്കുക, ആ കുട്ടിനെ സങ്കടപ്പെടുത്തുക. എന്നിട്ട് നിന്റെ പേരിൽ നിന്ന് എന്താ കൊണ്ടുവന്നത്? ഞാൻ ചോദിക്കുക, പൊന്നാര പെണ്ണുങ്ങളെ, അമ്മായിമാരെ, എത്ര കൊണ്ടെന്ന് അങ്ങക്ക് വയറെന്നറിയാമെന്ന് പറഞ്ഞേരി. ഒരു സൽക്കാരം നടക്കുമ്പോൾ, ഒരു വീട് പണി നടക്കുമ്പോൾ, ഒരു കുടിരിക്കൽ, നിന്റെ പേരിൽ നിന്ന് എന്താ കൊണ്ടുവന്നത്? നിങ്ങൾക്ക് എത്ര കിട്ടിയാലേ മതി വരിക എന്ന് പറഞ്ഞതാണ്. ലൻ യംല അഫാഹു ഇല്ല തുറാബ്, വായയിലേക്ക് മണ്ണ് വീഴുന്നവരെ നിങ്ങളുടെ ആർത്തി തീരൂല എന്ന് പറഞ്ഞത് ആരാ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കണ്ടോൻ്റെ പൊരയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യരുത്? നോക്കി നിൽക്കരുത്. അവൾ കൊണ്ടുവന്നില്ല, മരുമോളെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ നിൽക്കുക. അവളെ സ്വർണം കൊടുത്ത്, വെള്ളി കൊടുത്ത്, പണം കൊടുത്ത്, മഹർ കൊടുത്ത്, ഞാൻ പറഞ്ഞ ഉദ്ദേശം അതാ, സ്വർണം വെള്ളി എന്നൊക്കെ മഹർ കൊടുത്ത്, സമ്മാനം കൊടുത്ത് ആ മോളെ ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞതാ ഇസ്ലാം. നമ്മളിപ്പോൾ ഓളെടുത്തിട്ട് ഓളെ പേരെ ഇങ്ങോട്ട് കൊണ്ടിരിക്കുക. അപ്പോൾ പരിപാടി അത് ശരീഅത്തിനെതിരല്ലേ. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുവന്നോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അതേ മനസ്സിൽ വിചാരിക്കുക. പുതിയാപ്പിള തറട്ട് ചുമര് വെക്കും, വാർപ്പും ചിലപ്പം കഴിച്ചിടും. പിന്നെ ബാക്കിയൊക്കെ ഓളെ വാപ്പ ചെയ്യണമെന്നാ. പൊന്നാര ചെറുക്കന്മാരെ, നട്ടലുണ്ടെങ്കിൽ അവനാൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി വീട്. അല്ലെങ്കിൽ വല്ല പീടിയക്കൊലയിലും കടന്നുറങ്ങിക്കോളി. ഇസ്സത്തില്ലാതെ നമ്മൾ തറ കെട്ടുക, എന്നിട്ട് ബാക്കി ഓള പെരയുന്നു, ഫ്രിഡ്ജ് ഓള പെരയുന്നു, കട്ടിൽ ഓള പെരയുന്നു. ആണുങ്ങളാണെങ്കിലേ ഈ പരിപാടി നിർത്തിക്കളി. ഓസിക്ക് കണ്ടു വെക്കണ്ട. അവനവൻ്റെ കയ്യിൽ തരാൻ വേണ്ടി അള്ളാഹിനോട് ദ്വാരുന്നോളി. മറ്റേതൊക്കെ അസൂയയാണ്, കിട്ടുന്നൊന്നും മതിയാവില്ല. എന്നിട്ട് എങ്ങാനും ആ കട്ടിലങ്ങ് പൊട്ടിയാൽ പറയാം ഓളെ കയ്യിൽ വരുന്ന കൊണ്ടുവന്നല്ലേ, അതിന് ഉറപ്പുണ്ടാവില്ല, എനിക്ക് അപ്പോളെ ഉറപ്പാണ്. അപ്പം അങ്ങനെ പറയാം അല്ലേ? സുബ്ഹാന ജല്ല ജലാൽ. ഇങ്ങനെ പോരാ പോരാ പോരാന്നും പറഞ്ഞ് നടക്കുക നമ്മൾ. ഒരു പുതിയാപ്പിളയെ കിട്ടുമ്പോൾ ആ പുതിയാപ്പിള നിങ്ങൾക്കൊരു മകനാണ്. ഒരു പുതിയ പെണ്ണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ ഉപ്പ നിങ്ങൾക്ക് അവളൊരു മോളാണ്. പുതിയാപ്പിളയോട് നിന്റെ ഭാര്യയുടെ ഉമ്മയും ഉപ്പയും നിനക്ക് രണ്ടാമതൊരു ഉമ്മയും ഉപ്പയുമാണ്. പെണ്ണെ, നിന്റെ ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും നിനക്കൊരു രണ്ടാമതൊരു ഉമ്മയും ഉപ്പയാ. ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ? ആ സ്നേഹത്തിൽ കഴിയേണ്ട വീടാ. അമ്മായിമ്മ പോരും, വേളയമ്മ പോരും, നാത്തൂം പോരും ആയിട്ട് ഇങ്ങനെ മരിക്കോളം ഇടങ്ങാറായി ആണ് മരിക്കുക. ഇതന്നെ മരിക്കോളം സമാധാനം ഉണ്ടോ? ഇല്ല. എന്തിനാ പെണ്ണുങ്ങളെ കൽബിന്ന് അതൊക്കെ എടുത്തു മാറ്റി? ആദ്യം ആർത്തി ഉണ്ടല്ലോ, പോരാ പോരാ, ആർത്തിയുള്ളവർക്ക് കിട്ടുന്നില്ല. അതാണ് അത്ഭുതം. ആർത്തിയുള്ളവർ ആർത്തിയോടുകൂടെ മരിക്കുക എന്നല്ലാണ്ട് കിട്ടൂല, മതിയാവൂല.
അതുകൊണ്ട് നിർത്തിവെക്കി. മൻഅൻ വഹാത്തിൻ, നമുക്ക് പലരും തരണം എന്ന തോന്നല് അത് വേണ്ട. അള്ളാഹിനോട് ചോദിക്കും, പടച്ച തമ്പുരാൻ ഹലാലായ വഴിക്ക് അള്ളാഹ് കൊണ്ടുതരും നമ്മുടെ കൈകളിൽ. അതിൻ്റെ പേരിൽ കുടുംബം തെറ്റല്ലേ? ഒരു കല്യാണം കഴിയുമ്പോൾ കുടുംബം തെറ്റുക. കല്യാണത്തിന് മുമ്പ് തന്നെ തെറ്റുണ്ടല്ലോ. ഒരു പെണ്ണിൻ്റെ വീട്ടിൽ ഒരു കല്യാണത്തിന് പുതിയണ്ണിനെ കാണാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികളെ പറ്റിയെന്ന് വരും, ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും അല്ലേ? അപ്പോൾ ഇങ്ങനെ അറിയിക്കും, ഞങ്ങൾ ആ കുട്ടീനെ കാണാൻ വരുന്നുണ്ട് കേട്ടോ, എപ്പോൾ അടുത്ത ശനിയാഴ്ച ഉച്ചക്ക് അല്ലെങ്കിൽ ഞങ്ങൾ 4 മണിക്ക് വരാം. ഓക്കെ. അപ്പോൾ എത്ര ആൾ വരും? ഞങ്ങളൊരു ബസ്സിനാണുണ്ടാവും. ഒരു ബസ്സിനൊന്നും ആരും പോവല്ലേ. ഒരു ചെറിയ ഒരു ആൾട്ടോ കാറിൽ 4 ആൾ പോയാൽ തീരാവുന്ന വിഷയമുള്ളൂ. എന്നിട്ട് വിഷയം അതല്ല, അവർ ചായയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഇവർ പുതിയണ്ണിനെ കാണാൻ പോണ പുതിയണ്ണുകൾ കേട്ടോ, ഓരോ വിഷയം. അപ്പം ചായക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെണ്ണ് സാധു പുതിയണ്ണ്, അവളെയാണ് കല്യാണം ആലോചിക്കാൻ ചെല്ലുന്നത്. അവൾ എന്തോ ചായ വെള്ളക്കേറ്റ് വരുമ്പോൾ ഈ കൂട്ടത്തിൽ ഒരു കോലമില്ലാത്ത പെണ്ണ് അടുത്ത ആളെ തോണ്ടും, നീച്ചോ. അപ്പം മറ്റോള് നീച്ചു. അപ്പം അവള് പറഞ്ഞേക്ക്, ഈ ഒഴിച്ചു വെച്ച ചായ ചൂടാറുന്നതിന് മുമ്പ് ഒന്നൊരു മുറുക്ക് കുടിച്ചിട്ട് പോയാൽ പെരക്കാർക്ക് സമാധാനം. ഇത് ആർക്കാ ഇവര് കുടിപ്പിക്കുക? എന്നിട്ട് വരിയായിട്ട് എഴുന്നേറ്റ് ഒരു വണ്ടിക്ക് നല്ല ഓടുക. എന്നിട്ട് ഈ പുരക്കാരിങ്ങനെ എളിഞ്ഞു നിൽക്കുക. നമ്മളിത് ആർക്കിതൊക്കെ ഉണ്ടാക്കിയത്? ഇതിലേതോ സ്വന്തം കണ്ണാടിക്ക് നോക്കിയാൽ അവൾക്ക് അവളെ പറ്റി മനസ്സിലാവും. അവളെ പറഞ്ഞ് ഈ കുട്ടിക്ക് ചൊറുക്കില്ല. എന്നിട്ട് ആ പുരക്കാരോടൊരു മാന്യമായിട്ട് ചായ കുടിച്ചോളൂ, നിങ്ങൾക്ക് ഉണ്ടാക്കിയതല്ലേ, ചായ കുടിക്കുക. എന്നിട്ട് പറയാം, ഞാൻ വിവരം 4 ദിവസം കൊണ്ട് അറിയിക്കട്ടോ എന്ന് പറഞ്ഞു പോന്നാ പോരെ? ആ പുരക്കാരിടങ്ങേറാക്കി സങ്കടത്തിലാക്കി അവിടുന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിപ്പോരുന്ന പോലെ ഇറങ്ങി ഓടുക. ഈ ഒരു വേദന ആ പുരക്കാർക്ക് മറക്കാൻ കഴിയുമോ ജീവിതത്തിൽ? ആ പെൺകുട്ടിക്ക് എത്ര വേദന ഉണ്ടാവും. ചോദിക്കൂലേ, ഉമ്മ ഇന്നവൾക്ക് പറ്റിയില്ലല്ലേ, ഇവർക്കും പറ്റിയില്ലല്ലേ, നിന്നെ ആർക്കും കാണിച്ചു കൊടുക്കണ്ട കേട്ടോ, എനിക്കിനി ഒരു ജീവിതമൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പഠിച്ച് വല്ല സ്കൂളിലൊക്കെ പഠിപ്പിച്ച് ജീവിച്ചോളാം. ആ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ? ഇങ്ങനെ ഒരു വിവാഹം ആലോചിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഫിത്തന ഉണ്ടാക്കി പോരാ. പിന്നെ അങ്ങനത്തെ പുരക്കൊക്കെ ജീവിക്കാൻ പറ്റുമോ അവിടെയൊക്കെ? അതുകൊണ്ട് പൊന്നാരാണുങ്ങളെ, പെണ്ണുങ്ങളെ, ഖതിഅത്തുൽ അർഹാം, ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്നത് മോശമാണ്, ചെയ്യരുത്. ദുആവിന് ഉത്തരം കിട്ടൂല. നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാതിഉർ റഹിം, കുടുംബ ബന്ധങ്ങളെ, അയൽപക്ക ബന്ധങ്ങളെ, നബിയുടെ കുടുംബ ബന്ധം പോലെ ബന്ധമാണ് അയൽപക്ക ബന്ധം. അതുകൊണ്ട് ഒരു അയൽവാസിയും അടുത്ത അയൽവാസിയെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. അയൽവാസികൾക്ക് വേണ്ടി കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ എന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത്. നമ്മുടെ നാടുകളിലെ എങ്ങനെയൊക്കെ ഹൈവേ വീതി കൂട്ടി പുതിയ റോഡായി വരുന്നുണ്ട്, NH, സംഭവം ശരിയാ. പക്ഷെ നമ്മൾ പരിക്ക് പോകാനുള്ള NH കാലാകാലം അങ്ങനെ തന്നെ, ഒരു വണ്ടി തിരിയാനും കഴിയില്ല, തിരിക്കാനും പറ്റൂല. എന്നിട്ട് മതിലങ്ങ് മൂലൊക്കെ കൊണ്ടുവന്ന് കുത്തുക, അതൊന്ന് ഇങ്ങോട്ട് മാറ്റി കുത്തി ഒരു ചാണ് വിട്ടുകൊടുത്താൽ ഒരു വണ്ടിക്കയിൽ തിരിയാൻ പറ്റും. അസൂയ ഒരു നടന്നാണ് പോയാൽ മതി. ഇത്രയും കാലം ഇപ്പോൾ വണ്ടി പോയിട്ട് നടന്നല്ലേ ഒരു പോയിരുന്നത്, ഇന്നലെ മിഞ്ഞാന്നല്ലേ ഇപ്പം വഴി ഉണ്ടായത് പോലെ അങ്ങനെ സൂഹിക്കേണ്ടാണ്. ഇതൊക്കെ അസൂയയാണ് മക്കളെ, അസൂയയാണ്. ഇതൊന്നും അല്ലാഹുവിന് പൊരുത്തമല്ല. നമ്മളൊക്കെ ഒന്ന് മനസ്സ് ഒന്ന് അലിഞ്ഞു കൊടുക്കിൻ. നമ്മുടെ വീടുകളും നമ്മുടെ മനസ്സും ഒക്കെ ഒന്ന് വിശാലമാവട്ടെ. നമ്മുടെ വഴികളപ്പോൾ വിശാലമാവും. നമ്മുടെ വഴികളും മനസ്സും വിശാലമാകുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തും വിശാലതയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ പിടിച്ചാണ് അനുസരിക്കപ്പെടുന്ന പിശുക്ക് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ബൈന യദൈസ്സാഅ, അന്ത്യനാളിന്റെ മുമ്പിൽ ഖിയാമത്തിന്റെ മരണത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും തസ്ലീമൽ ഖാസ്വ, സ്വന്തക്കാരോട് മാത്രമുള്ള സലാം പറച്ചിൽ, വഫുശൂ തിജാറ, കച്ചവടങ്ങൾ വർദ്ധിക്കുന്നത്, വഖതുൽ റഹാം, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നത്, വശഹാദത്തുസ്സൂർ, കള്ളസാക്ഷ്യം പറയുന്നത്, വകിത്മാന ഷഹാദത്തിൽ ഹഖ്, നല്ല കാര്യങ്ങളെ, നല്ല സാക്ഷ്യം, സത്യസാക്ഷ്യം മറച്ചു വെക്കുന്നതും. പിന്നെ പറഞ്ഞു വളുഹൂറുൽ ഖലം, വളുഹൂറുൽ ഖലം, എഴുത്ത് വർദ്ധിക്കുന്നതും അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വദഖ്ത യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് സത്യം പറഞ്ഞു, നബിയേ അങ്ങ് പറഞ്ഞത് സത്യമാണ് നബിയേ. ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, അന്ത്യനാളിന്റെ മുമ്പിലുണ്ട് അൽ ഫുഹ്ശു വത്തഫഹുഷ്, മോശമായ പദപ്രയോഗങ്ങൾ എഴുതുന്നതും, മോശമായ ഇമോജികൾ വിടുന്നതും, മോശമായ ഐക്കണുകൾ വിടുന്നതും, മോശപ്പെട്ട വാക്കുകൾ സംസാരിക്കുന്നതും, വ്യഭിചാരം പോലെയുള്ള വിഷയങ്ങൾ
വിഷയങ്ങളെ സൂചിപ്പിക്കുന്ന തമാശകൾ പറയുന്നത് ഇതൊക്കെ ഫുഹ്ഷാണ്. നമ്മൾ പറയും ഉസ്താദുമാരൊക്കെ കുട്ടികൾക്കൊക്കെ മദ്രസയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഹൈദ് നിഫാസിന്റെ ബാബൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ പാഠങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് വല്ലാണ്ട് ബ്രേക്ക് ഇട്ട് നിർത്തരുത്, അതൊക്കെ വേഗം പറഞ്ഞു കൊടുത്ത് വിടുക. അതൊക്കെ അതിലെക്കുറിച്ച് ചില കാര്യങ്ങൾ, ചില വിഷയങ്ങളിൽ ചില മാന്യതയും ചില ഇസ്സത്തും ഇഫത്തും ഒക്കെ പാലിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെ പച്ചയിൽ പറയാൻ പറ്റില്ല. നമ്മൾ ഫിഖ്ഹിന്റെ ബാബിൽ പറയുന്ന മസലകൾ, ഹൈദ് നിഫാസിന്റെ മസല, ഗുളി വാജിബാകുന്ന ഫർദൊക്കെ മൈക്കിൽ പറയാൻ പറ്റുമോ? പറ്റൂല, അത് മോശമാണ്. ഒരാൾ പറഞ്ഞു വ്യഭിചാരത്തെക്കുറിച്ച് മാത്രമേ അത് പറഞ്ഞുകൂടെയാണ്. ഞാൻ പറഞ്ഞു വ്യഭിചാരത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ പിന്നുള്ള കേൾക്കണോലും ഇതെല്ലാം ആലോചിച്ചിരിക്കുക, അത് എന്തൊരു മോശമാണ്. അവരെപ്പറ്റി അതിനെപ്പറ്റി ചിന്തിപ്പിക്കലല്ലേ അത്. അതിനെ ഇടക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ, അത് മാത്രം പറയാൻ പറ്റില്ല. ഫുഹ്ഷ് വത്തഫാഹുഷ്, ഇന്നത്തെ വലിയ വലിയ കോമഡി എന്ന് പറഞ്ഞാൽ തുണിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങളെ പറ്റി പറയുന്ന കോമഡിയാണ് വലിയ കോമഡി അല്ലേ. അത് പറയുമ്പോഴാണ് മനുഷ്യന്മാർ ചിരിക്കുക. വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഔറത്തിൻ്റെ വിഷയം പറഞ്ഞുള്ള തമാശകളാണ്. അതിനാണ് ഈ ഫുഹ്ഷ് വത്തഫാഹുഷ്. നമുക്ക് പാടില്ല എന്ന് പറഞ്ഞ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി. എന്തിനെന്നറിയോ? നമ്മൾ ഉയർന്ന് ചിന്തിക്കേണ്ടവരാണ്. ഈ ലോ ലെവൽ അനിമൽ ലെവലിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ടവരല്ല, ഉയർന്ന് ചിന്തിക്കേണ്ടവരാണ്. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും ഒരു സംസ്കാരമാണ് സൃഷ്ടിക്കുന്നത്. അത് നമുക്ക് ഓർമ്മ വേണം. മാതാപിതാക്കൾ, മക്കള്, വീട്ടിൽ ഒക്കെ ആ